നമസ്കാരം, ഞാൻ സന്തോഷ് രാജശേഖരൻ. ഡെയിലി ന്യൂസ് കേരള അറിയേണ്ട വാർത്തകളിലേക്ക് സ്വാഗതം. മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളിക്ക് കുരുക്കായി രേഖകൾ പുറത്ത്. വനിതകൾക്ക് നാളെ മുതൽ പ്രിയദർശിനി സൗജന്യ യാത്ര. RSS ശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ കേരള സർവകലാശാലകളിലെ VC-മാർ പങ്കെടുത്തത് പൊറുക്കാനാവില്ല എന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തന്നെ കുരുക്കി എന്ന മട്ടിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാറിന്റെ ഏറ്റുപറച്ചിൽ. UDF ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നിയമനങ്ങളും വകുപ്പ് അധ്യക്ഷന്മാരുടെ നിയമനങ്ങളുമെല്ലാം വിവാദത്തിലേക്ക്. പോലീസ് തലപ്പത്തും അതൃപ്തിയെന്ന് റിപ്പോർട്ടുകൾ. കോഴിക്കോട് ഇന്ന് നടന്ന നിപ്പ അവലോകന യോഗത്തിൽ ആരോഗ്യമന്ത്രി K മുരളീധരൻ പങ്കെടുത്തു. പിണറായിയെപ്പോലെ അമേരിക്കയിലിരുന്ന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തതുപോലെയല്ല കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. നിപ്പ പോസിറ്റീവായെന്ന ഫലം കിട്ടിയിട്ടും DHS ഡോക്ടർ റീന അത് മന്ത്രിയെ അറിയിച്ചില്ല എന്ന് ആരോഗ്യമന്ത്രി കുറ്റപ്പെടുത്തി. നിപ്പ ബാധിതൻ ഗുരുതരാവസ്ഥയിൽ തുടരുന്നുവെന്നും K മുരളീധരൻ പറഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ വിമാനം താഴ്ന്നു പറന്ന് വീണ്ടും സമീപവാസികളുടെ വീടിന്റെ മേൽക്കൂര തകർന്നു. ഇടയ്ക്കിടെ ഇത് സംഭവിക്കുന്നു എന്ന് വാർത്ത. ഒമാൻ തീരത്ത് ഇന്ത്യയുടെ ചരക്കു കപ്പൽ വിരാട് 1 മുങ്ങുന്നു. 14 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ അടുത്തുണ്ടായിരുന്ന കപ്പൽ വിരാടിനടുത്തേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ. പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രം നാളെ മുതൽ വീണ്ടും തുറക്കും. കർണാടകയിൽ മറ്റൊരു ഗുണ്ടയെ വെടിവെച്ചു കൊന്ന മധു എന്ന ഗുണ്ടയെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ പോലീസ് വെടിവെച്ചു കൊന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനം തുടരുന്നു. ഇന്ന് 2 രാഷ്ട്ര നേതാക്കളും ചേർന്ന് ഭാരത് ഇന്നോവേറ്റ്സ് എന്ന സംരംഭം ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പിൽ ഇന്ന് ജർമ്മനിയും കൊറോക്കോയും മത്സരത്തിനിറങ്ങും. നാളെ വെളുപ്പിന് സ്വീഡനും ടുണീഷ്യയും ഏറ്റുമുട്ടും. കൂടുതൽ അറിയേണ്ട വാർത്തകൾ അടുത്ത ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിൽ. നന്ദി, നമസ്കാരം.